When you when you fill it with positive thoughts, your life will start to change. Hi, good morning all. It's me Shahida. I'm an online teacher. സ്കിൽലെസ് ട്രെയിനിങ്ങിന്റെ ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം, സന്തോഷം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് ദ പവർ ഓഫ് പോസിറ്റീവ് തോട്ട്സ്. നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് തോട്ട്സിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം, എല്ലാവരും പറയുന്നതാണ് അല്ലേ, പോസിറ്റീവ് തോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും? ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് അതാണല്ലേ ചിന്തിക്കാനുള്ള കഴിവ്. ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സൂം എന്ന പ്ലാറ്റ്ഫോം, അതല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ, എല്ലാം തന്നെ ഏതോ ഒരു മനുഷ്യന്റെ എപ്പോഴത്തെയോ ഒരു ചിന്തയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണല്ലേ. അപ്പൊ ചിന്തിക്കാനുള്ള കഴിവ് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ചിന്തകൾ തന്നെയല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ചിന്തകളാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് തോട്ട് സൈക്കിൾ കാരണം കൊണ്ടാണ്. അപ്പൊ എന്താണ് തോട്ട് സൈക്കിള്? എന്താണ് തോട്ട് സൈക്കിൾ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ വാക്കുകളും പിന്നീട് പ്രവൃത്തികളുമായിട്ട് മാറുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ക്യാരക്ടറും പിന്നീട് ബിഹേവിയറുമായിട്ട് മാറുന്നത്. ഇതാണ് പിന്നീട് ഡെസ്റ്റിനി ആവുന്നത്. അപ്പൊ ചിന്തയിൽ നിന്ന് തുടങ്ങി ഡെസ്റ്റിനിയിലേക്ക് വരാം. അതുകൊണ്ടാണ് ചിന്തയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ്. എന്നാൽ ഒരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസത്തില് 30,000 മുതൽ 60,000 വരെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അതിലേറെ ഞെട്ടിക്കുന്ന കാര്യം, ഇതിനകത്ത് 90% നെഗറ്റീവ് ആയിരിക്കും. ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ? 90% നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ഒരു 80% പോസിറ്റീവ് ആക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പിന്നെ പോസിറ്റീവ് ആയിരിക്കും, സൂപ്പർ ആയിരിക്കും, അടിപൊളിയായിരിക്കും. കളർ എന്ന് പറയാം, നമ്മൾ ന്യൂജൻ ഭാഷയിൽ പറയണമെങ്കിൽ നല്ല കളർ ആയിരിക്കും. അതാണ് അവിടെ പോസിറ്റീവ് തോട്ട്സിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, നാളെ മുതൽ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കും, നെഗറ്റീവ് തോട്ട്സ് ഇനി എൻ്റെ ലൈഫിൽ ഇല്ല, ഞാൻ അതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. അങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളിപ്പോൾ ഒരു ലയണിനെ കുറിച്ച് ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞ ആ മൊമെന്റിൽ തന്നെ എന്തുണ്ടായത്? നിങ്ങൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ലയൺ, ചിലപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ലയണിന്റെ പിക്ചറൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ? അതാണ് നമ്മൾ എന്താണോ വേണ്ട എന്ന് വിചാരിക്കുന്നത്, അതാണ് നമ്മളുടെ മൈൻഡിലേക്ക് വരാൻ. അപ്പൊ നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ ഫോഴ്സ്ഫുള്ളി പിടിച്ചു നിർത്താൻ പറ്റില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ഇടപെടുന്ന ആളുകൾ, എല്ലായിടത്തു നിന്ന് നമുക്ക് നെഗറ്റീവ് വരാം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഫോൺ രാവിലെ ഒന്ന് എടുത്താൽ മതി അല്ലെ, അതിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വീഡിയോ, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് നെഗറ്റീവ് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പൊ ഈ നെഗറ്റീവ് വരാതിരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. നെഗറ്റീവ് വരട്ടെ, ലെറ്റ് ഇറ്റ് കം, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ പോസിറ്റീവ് ചിന്താഗതിക്കാരുടെ കുറച്ച് ലക്ഷണങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. എന്തൊക്കെയാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അവര് എല്ലാത്തിലും നല്ലതേ കാണും. എന്ത് മോശം സിറ്റുവേഷൻ വന്നാലും അവരതിനകത്ത് ഒരു നന്മ കാണും. ഈ അടുത്ത് ഞാൻ വായിച്ചൊരു സ്റ്റോറിയാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡിന് കാറുകൾ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ്. നല്ല നല്ല പുതിയ വണ്ടികൾ വാങ്ങിക്കുക, അത് കൊണ്ടുപോയി ഓടിപ്പിക്കുക, അതിലൊരു എൻജോയ്മെന്റ് കാണുന്ന ഒരാൾ. അപ്പൊ അദ്ദേഹം ഒരു പുതിയ വണ്ടി വാങ്ങാണ്, ഒരു ഓടി കാറ്. അപ്പൊ വൈഫ് ചോദിക്കും, എനിക്കതൊന്ന് ഡ്രൈവ് ചെയ്യാൻ തരുമോ? അപ്പൊ അദ്ദേഹം കൊടുക്കും, വൈഫ് ചോദിച്ചതല്ലേ. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആക്സിഡന്റ് ആയി ആ കാറ് ടോട്ടൽ ലോസിൽ വരാണ്. അങ്ങനെ വൈഫ് തിരിച്ചു വന്നിട്ട് ഹസ്ബൻഡിനോട് പറയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ പോകുന്ന വഴി ആക്സിഡന്റ് ആയി, വണ്ടി കംപ്ലീറ്റ് ലോസിലാണ്. അപ്പൊ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? ഇദ്ദേഹമാണെങ്കിൽ കാറിന്റെ ക്രേസ് ഉള്ള ഒരാളാണല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആ വൈഫിനെ ഹഗ് ചെയ്തിട്ട് പറയാണ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന്.
അപ്പൊ ആ ഒരു ചേഞ്ച് നോക്കണം. ആൾക്കുള്ള ഒരു പോസിറ്റീവ് മൈൻഡാണ്. നിനക്കൊന്നും പറ്റിയില്ല, ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആള്. അപ്പൊ അതാണ് ഇവരുടെ ഒരു ലക്ഷണം. പിന്നെ അവര് എനിക്ക് കഴിയില്ല എന്നുള്ള വാക്ക് അധികം പറയില്ല. എനിക്ക് കഴിയും, അതാണ് കൂടുതൽ യൂസ് ചെയ്യുക. എന്ത് കാര്യവും കഴിയുമെന്ന് പറയുന്നവരായിരിക്കും ഈ പോസിറ്റീവ് ചിന്താഗതിക്കാര്. മൂന്നാമത്തെ ഒരു കാര്യം, അവർ പ്രോബ്ലംസിൽ ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷനിലാണ് ഫോക്കസ് ചെയ്യപ്പെടും. നമ്മളൊക്കെ എന്താ, സാധാരണ ജനങ്ങൾ എപ്പോഴും എനിക്ക് ആ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, ഭയങ്കര പ്രോബ്ലംസ് ആണ് അല്ലേ. പക്ഷെ ഇവരെപ്പോഴും സൊല്യൂഷനിലാണ് ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ പോസിറ്റീവ് ചിന്താഗതിക്കാര് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അവരുടെ മനസ്സിലുള്ള പോസിറ്റിവിറ്റി അവിടെ വെച്ചിരിക്കാതെ മറ്റുള്ളവർക്ക് കൂടി പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ ഇങ്ങനെ കുറേ ലക്ഷണങ്ങളുണ്ട്. ഇത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര പവറാന്നാ പറയുന്നത്. അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവരുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ വിൻസ്റ്റൺ ചർച്ചില് ഈ പോസിറ്റീവ് മനോഭാവക്കാരെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് പോകുമ്പോഴും ഒട്ടും ആവേശം ചോർന്നു പോകാതിരിക്കുന്ന ഒരു മനോഭാവം, അതാണ് യഥാർത്ഥ പോസിറ്റിവിറ്റി. എന്ത് പരാജയം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ലക്ഷ്യത്തിലേക്ക് നിരാശയില്ലാതെ ആവേശത്തോടെ കുതിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം, അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പോസിറ്റീവ് മനോഭാവക്കാരെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് നെഗറ്റീവ് വന്നാലും എന്തൊക്കെ ചെയ്യാം? അതിനകത്ത് ആദ്യത്തെ പോയിന്റ്, നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് യുവർ തോട്ട്സ് ആൻഡ് റീപ്ലേസ്. അപ്പൊ നമ്മളുടെ ചിന്തകളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ചില ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ടായിട്ടും വരാം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചിന്തകളൊക്കെ മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിന്തേനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരാണ്, നാളെ എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ, ഞാൻ പഠിച്ചത് തന്നെയാണോ വരിക? അവിടെ ഒരു നെഗറ്റീവ് തോട്ട് വന്നു അല്ലേ. അപ്പൊ അത് അദ്ദേഹം എന്ത് ചെയ്യണം? അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം തോട്ടിനെ. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ തോട്ട്. ആ തോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പിറ്റേ ദിവസം നല്ല സൂപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റും, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഡെലിബറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ റോബിൻ ശർമ്മയുടെ ഒരു കോട്ട് പറയാണ്, എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ട്വൈസ്, ഫസ്റ്റ് ഇൻ ദ മൈൻഡ് ദെൻ ഇൻ റിയാലിറ്റി. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് പുറത്തേക്ക് റിയാലിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, അണ്ടർസ്റ്റാൻഡ് യുവർ തോട്ട്സ് ആൻഡ് റീപ്ലേസ്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ പോസിറ്റീവായിട്ട് നീങ്ങാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ, പ്രാക്ടീസ് പോസിറ്റീവ് അഫർമേഷൻ. പോസിറ്റീവ് അഫർമേഷൻസിന് നമ്മുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിചാരിക്കാം, ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരിക്കും, അടിപൊളിയായിരിക്കും. ചില ആളുകളൊക്കെ ഉണ്ട് അല്ലെ, നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ കാലൊന്ന് തട്ടി വീണാല്, അതല്ലെങ്കിൽ ആ പാലൊന്ന് തിളച്ച് പോയാല്, അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് പൊട്ടി വീണാല്, ഓ ഇന്നത്തെ ദിവസം പോക്കാം. അങ്ങനെയൊന്നും പറയാതെ ഇപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് ആണെങ്കിലും ഒക്കെ പോസിറ്റീവ് പറയാം. നമുക്ക് നല്ല നല്ല പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട്. എവറി ഡേ ഇൻ എവറി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ഒരു ജേർണലിൽ പോസിറ്റീവ് അഫർമേഷൻസ് എഴുതാം. ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി, ഐ എം കോൺഫിഡൻറ്റ്, ഐ എം സൂപ്പർ. അങ്ങനെയുള്ള നല്ല നല്ല അഫർമേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ പോസിറ്റിവിറ്റി നന്നായിട്ട് കൂടുന്നതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു മഹാസംഭവമാണ്. എന്തിനും ഏതിനും നന്ദി പറയാം. നമ്മൾ ഉള്ളതിനോട് നന്ദി പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്തത് കൂടി ലഭിക്കുന്നതാണ് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് തോട്ട്സ് അങ്ങോട്ട് നിറയ്ക്കുകയും ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേക്കപ്പോട് കൂടെ എഴുന്നേൽക്കാം. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് വേക്കപ്പ്? നമ്മൾ എഴുന്നേറ്റ് കുറച്ച് സമയം ആ ബെഡിൽ തന്നെ കണ്ണടച്ചിരുന്നിട്ട് പറയാം, ഇന്ന് എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞല്ലോ, ആത്മാർത്ഥമായിട്ട് ദൈവത്തിനോട് നന്ദി പറയാം. എത്രയോ പേർക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുന്നു അല്ലേ. പലർക്കും ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാതെ ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വരുന്നുണ്ട്. വേറെ പലരും ബെഡ്രിഡനായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ, ഇന്നത്തെ ഈ വായു എനിക്ക് ശ്വസിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ ഓരോ ചെറിയ കാര്യം മുതൽ എല്ലാത്തിനും നന്ദി പറയാം.
അവിടെ വിൽ സ്മിത്തിന്റെ ഒരു കോട്ട് ഉണ്ടായി, വേക്ക് അപ്പ് എവറി മോർണിംഗ് ബിലീവിങ് ടുഡേ ഈസ് ഗോയിങ് ടു ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ. അങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്താൻ പറ്റുന്ന പറയുന്നത്. നമുക്കുള്ളതിനോടും നമുക്ക് തരുന്ന എല്ലാ ചെറിയ കാര്യങ്ങൾക്കും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. ഇനി നാലാമത്തെ ഒരു കാര്യം, തോട്ട് ജേർണൽ എഴുതാം. അതായത് നമ്മുടെ തോട്ട്സിനെ എല്ലാത്തിനെയും നമുക്ക് ഒബ്സർവ് ചെയ്ത് എഴുതാൻ പറ്റില്ല. പക്ഷെ ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തോട്ട്സ് ഉണ്ടല്ലോ, ഇതിൽ കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ എടുത്തിട്ട് ഒരു ജേർണലിൽ എഴുതി വെക്കാം. ഒരു കോളത്തിൽ അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ കോളത്തിൽ അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാം. എന്താണോ നമ്മൾ എഴുതിയത് അതിൻ്റെ പോസിറ്റീവ്. ആ പോസിറ്റീവ് എഴുതുന്നത് വേണമെങ്കിൽ നമുക്ക് 10 ടൈംസ് എഴുതാം, അല്ലെങ്കിൽ 10 ടൈംസ് റീഡ് ചെയ്യാം. അത് മനസ്സിലേക്ക് എടുക്കാം. ഈ നെഗറ്റീവിനെ നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. പിന്നീട് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് കുറയാൻ തുടങ്ങും, പോസിറ്റിവിറ്റി കൂടാനും തുടങ്ങും. അപ്പൊ തോട്ട് ജേർണൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സിന് ഒരു ക്ലാരിറ്റി കിട്ടും. അടിപൊളിയായിട്ട് പോസിറ്റീവ് തോട്ട്സ് നിറയ്ക്കാൻ പറ്റിയ ഒരു മാർഗമാണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ്, മാഡം യെസ്, ജേർണൽ എഴുതാന്ന് പറഞ്ഞ ഒന്നും കൂടി പറയാം. ജേർണൽ എങ്ങനെ എഴുതേണ്ടത്, അതിന്റെ എക്സാമ്പിൾ? ജേർണലിൽ നമ്മളൊരു ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിനകത്ത് നമുക്കിപ്പോൾ കുറേ 30,000 മുതൽ 60,000 വരെ തോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം, പിന്നെയും വരുന്ന എന്തെങ്കിലും തോട്ട് ഉണ്ടോ നോക്കാം. അത് മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും. ആ തോട്ട് എഴുതി വെക്കുക. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് അദ്ദേഹത്തിന് എക്സാം എഴുതാൻ പോകുമ്പോൾ അയാൾക്കൊരു ഫിയർ ഉണ്ടായിരുന്നു അല്ലെ, എനിക്ക് എഴുതാൻ പറ്റുമോ. അപ്പൊ ആ ഒരു തോട്ട് പിന്നെയും വന്നു, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതെല്ലാം വരുമോ. അപ്പൊ അത് എഴുതി വെക്കുക ഫസ്റ്റ് കോളത്തില് നെഗറ്റീവില്. എന്നിട്ട് അപ്പുറത്ത് എഴുതാം, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതൊരു 10 ടൈംസ് എഴുതാം. അത് പിന്നെയും വായിക്കുക, അത് മനസ്സിലേക്ക് എടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് കുറേ ചേഞ്ച് വരുന്നതാണ് പറഞ്ഞത്. തോട്ട് ജേർണൽ നല്ലൊരു മെത്തേഡാണ് കേട്ടോ, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ സുഹേൽ. നെക്സ്റ്റ് വൺ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത്. നമ്മളുടെ ചുറ്റുള്ള ആളുകളെ പോസിറ്റീവായിട്ടുള്ള ആളുകളായിട്ട് കൂട്ടുകൂടാൻ നോക്കുക. അതായത് ഇടപഴകുന്ന ആളുകള്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളും ഒക്കെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളെ, നെഗറ്റീവ് ആളുകളിൽ നിന്ന് മാക്സിമം അകന്ന് നിൽക്കുക. പക്ഷെ ചില സമയത്ത് ഈ നെഗറ്റീവായിട്ട് അധികം സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ആളുകളുണ്ടാവും. ആ സമയത്ത് നമ്മൾ അവിടെ കഴിഞ്ഞ ദിവസം ബിനിഷ മാമിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെ, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാം. അവർ പറയുന്നതിന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതെ ഒരു ഡിറ്റാച്ച്ഡ് ലെവലിൽ നിർത്താം. അതേ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇനി ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഫോണാണല്ലേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. ആളുകളായിട്ട് ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫോണിലാണ്. അപ്പൊ നമ്മൾ ആ ഫോൺ എടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ്, പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് അതൊക്കെ കാണാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഇടയിൽ വരും, അത് സ്ക്രോൾ ചെയ്ത് വിടുക, അതിൽ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അപ്പൊ ഇത്തരത്തില് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ മാത്രമല്ല, നമ്മുടെ ഫോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കൂട്ടാൻ പറ്റും. അടുത്തൊരു പോയിന്റ്, മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക, അതുപോലെ ഹെൽത്തി ഫുഡ് കഴിക്കുക, സ്ലീപ്പിങ്, വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ട് ഞാൻ അത് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പൊ എന്തൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സസൈസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് ആണ്. എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഹോർമോൺസും കൂടുന്നുണ്ട് അല്ലേ. അപ്പൊ അവിടെയൊക്കെ ഒരു പോസിറ്റിവിറ്റി വരുന്നതാണ് പറയുന്നത്. അപ്പൊ മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇനി ഏഴാമത്തെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പോസിറ്റിവിറ്റി തരുന്നത്, പ്രാക്ടീസ് മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കുറെ പേർക്കൊക്കെ അറിയുണ്ടാവും. അപ്പൊ പല ടൈപ്പിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് അല്ലെ. സെൽഫ് ലവ് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. അത് നമുക്ക് എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഈ സെൽഫ് ലവ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻ ധാരാളമായിട്ട് കൊടുക്കണം. നമ്മൾ എത്ര നല്ലതെന്ന് പറയാൻ പറ്റുന്നോ അത്രയും നല്ലതായിട്ട് പറയാം. ഐ എം സൂപ്പർ, ഐ എം എക്സ്ട്രാ ഓർഡിനറി, ഹെൽത്ത്, വെൽത്ത് എല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ മിറർ പ്രാക്ടീസും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിരിക്കും. മിറർ പ്രാക്ടീസിൽ നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ് അല്ലെ. നമ്മളൊരു മിററിൽ നോക്കിയിട്ട് നമ്മളെ കുറിച്ചുള്ള എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോസിറ്റിവിറ്റി എന്തായാലും വരും. അപ്പൊ ഈ തരത്തിലൊക്കെ നമുക്ക് പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താ നോക്കാം.
കുറേ പോസിറ്റീവ് മൈൻഡ്, നമ്മളുടെ നല്ല മനസ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ലെവൽ നന്നായിട്ട് കുറയുന്ന പറയുന്നത്. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അവിടെ സ്ട്രെസ്സിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല. അതുപോലെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ലൈഫിൽ എല്ലാ കാര്യത്തിലും നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ നല്ലൊരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയും. പോസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും മിക്കവാറും എല്ലാ ലക്ഷ്യങ്ങളും തന്നെ എത്തിപ്പിടിച്ചിട്ടുള്ളത്. പിന്നെ നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളെയും ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് കാണാൻ തുടങ്ങും. ഡിപ്രഷൻ, ആൻസൈറ്റി ഇതൊന്നും നമുക്ക് വരില്ല. അതെല്ലാം അകന്നു പോകും. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വരെ കൂടുന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഇനി ഇങ്ങനെ നമ്മൾ ലൈഫിൽ പോസിറ്റീവായി ഇരുന്നാൽ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്? അതായത് നമ്മളിപ്പോൾ സാധാരണ പറയില്ലേ, നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയാണ് നമ്മൾക്ക് കൊയ്തെടുക്കാൻ പറ്റുക. അതാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം. നമ്മളവിടെ പോസിറ്റീവ് തോട്ട് ഇട്ട് കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നു. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിനകത്ത് ഇനി നമുക്ക് ഈ നോർമൻ വിൻസെന്റ് പീൽ എന്ന് പറയുന്ന ഒരു ഓഥർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. വളരെ നല്ല ബുക്കാണ്, പറ്റുമെങ്കിൽ അത് റീഡ് ചെയ്യും. ഓഥറുടെ പേര് ഒന്നുകൂടെ പറയോ മാം? നോർമൻ വിൻസെന്റ് പീൽ, NORMAN VINCENT PEALE. നോർമൻ വിൻസെന്റ് പീൽ. ബുക്കിന്റെ പേര് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. താങ്ക് യു മാം. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം വേണം. അത് നമ്മുടെ പോസിറ്റിവിറ്റി നന്നായിട്ട് കൂട്ടുന്നാണ് പറയുന്നത്. അപ്പൊ അമേരിക്കയിൽ ഒരിക്കൽ നടത്തിയ ഒരു പഠനത്തിൽ കുറെ കുട്ടികൾ നടത്തിയ പഠനമാണ്. അപ്പൊ അതിൽ ഹൈ IQ ഉള്ള കുറെ കുട്ടികൾ ആദ്യം അവരുടെ IQ ചെക്ക് ചെയ്യും. അപ്പൊ ഹൈ IQ ഉള്ള കുട്ടികളെ സെപ്പറേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് ഇരുത്തും, ഒരു റൂമിൽ. ലോ IQ ഉള്ള കുട്ടികളെ വേറൊരു റൂമിൽ ഇരുത്തും. രണ്ടു പേർക്കും ഒരു ടാസ്ക് കൊടുക്കും ചെയ്യാൻ. ഈ ഹൈ IQ ഉള്ള കുട്ടികളോട് പറയും, അവർക്കറിയില്ല അവരുടെ മെഷർമെന്റ് ഒന്നും, അവരോട് പറയും നിങ്ങളുടെ IQ വളരെ കുറവാണ്, നിങ്ങൾക്ക് ടാസ്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാന്ന് പറയും. ലോ IQ ഉള്ള കുട്ടികളോട് പറയും നിങ്ങളുടെ IQ വളരെ കൂടുതലാണ്, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയും. കുറച്ച് സമയം കഴിഞ്ഞ് ഈ ടാസ്ക് ചെയ്തത് ലോ IQ ഉള്ള കുട്ടികളായിരുന്നു. കാരണം എന്താ? അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത് നിങ്ങൾ നല്ല IQ ഉള്ളവരാണ്, നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള സംഭവമാണ്. അപ്പൊ അതാണ് അവരുടെ മനസ്സിൽ. നമ്മൾ എന്താണോ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ മൈൻഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കഴിയും എന്നുള്ളൊരു തോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ കഴിവിൽ വിശ്വസിച്ചിട്ടായിരിക്കും. അല്ലാതെ അധികം സപ്പോർട്ട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടൊന്നല്ല. അവരവരുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കും ജീവിതത്തിൽ അവർ വിജയിച്ചിട്ടുണ്ടാവുക. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ അതിന് നമ്മള് കുറേ ദേഷ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എംപ്റ്റി ചെയ്യാനാണ് പറയുന്നത്. മൈൻഡിനെ എംപ്റ്റി ചെയ്തിട്ട് അവിടെ നമ്മൾ പിന്നെ ടീച്ച് ചെയ്യാം. മൈൻഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ടീച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ മനസ്സിനോട് നമ്മൾ സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് അത് നമ്മുടെ മൈൻഡ് അനുസരിക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത്, എക്സ്പെക്ട് ദ ബെസ്റ്റ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ വിശ്വസിക്കുക. എനിക്ക് ഇത് നല്ലതായിരിക്കും എന്നാണ്ട് വിശ്വസിക്കുക, അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനും പറ്റും, നമുക്ക് കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഒരു പോയിന്റ് പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓൾവേസ് തിങ്ക് അബൌട്ട് പോസിറ്റീവ്, അത് മറ്റൊരു പോയിന്റാണ്. പിന്നെ പറയുന്നത് മാനിഫെസ്റ്റ്, അഫാം ആൻഡ് അച്ചീവ്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക, പിന്നെ അത് ഉറപ്പിക്കുക, അത് കിട്ടിയതായിട്ട്, എന്നിട്ട് അത് അച്ചീവ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനകത്ത് പോസിറ്റീവ് തോട്ട്സിന്റെ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അതില് ഒരു രാജ്യത്തിന് കുറച്ച് സൈന്യബലം കുറവാണ് മറ്റു രാജ്യത്തെ അപേക്ഷിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ രാജാവിന് ഒരു ശങ്ക തോന്നും, ഇനിയിപ്പോ നമ്മൾ ജയിക്കോ, അവർക്കല്ലേ കൂടുതൽ സൈന്യബലം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടാണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഉപദേഷ്ടാവുണ്ട്. അപ്പൊ ആളുടെ അടുത്ത് പോവാണ്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമുണ്ടോ?
അപ്പൊ അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയും, രാജാവ് ഒരു കാര്യം ചെയ്യണം, നമ്മുടെ സൈന്യത്തിന്റെ കമാൻഡറായിട്ട് എന്നെ നിയമിക്കണം എന്ന് പറയാണ്. അപ്പൊ രാജാവ് ആദ്യം എന്താ ഇങ്ങനെ പറഞ്ഞ പിന്നെ വിചാരിക്കും, ഉപദേഷ്ടാവ് എപ്പോഴും നല്ല നല്ല കാര്യങ്ങളാണ് സജസ്റ്റ് ചെയ്യാറ്, അതുകൊണ്ട് രാജാവിന് അദ്ദേഹത്തെ നല്ല വിശ്വാസമാണ്. അപ്പൊ അദ്ദേഹം ആളെ പിടിച്ചിട്ട് കമാൻഡർ ആക്കണം. ഈ ഒരു വിവരം സൈന്യത്തിലുള്ള മറ്റുള്ള ആളുകൾക്കൊന്നും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഒരിക്കൽ പോലും വാള് തൊട്ടിട്ടില്ല. അങ്ങനത്തെ ഒരാളെ പിടിച്ചിട്ട് പെട്ടെന്ന് കമാൻഡർ ആക്കുമ്പോൾ ഇവര് എന്തായാലും ഇവരെ ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. പക്ഷെ രാജാവിന്റെ ആജ്ഞയാണ്, അതുകൊണ്ട് ആരും ഒന്നും പറയില്ല. അങ്ങനെ അവര് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. ഈ കമാൻഡറായിട്ടുള്ള നമ്മുടെ ഉപദേഷ്ടാവും സൈന്യം എല്ലാവരും കൂടെ പോവാണ്. പോകുന്ന വഴിയിൽ അവരൊരു അമ്പലം കാണാണ്. അപ്പൊ ഉപദേഷ്ടാവ് പറയും, നമുക്ക് ഇവിടെ കയറി ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിയുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്യും. ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡാണ് വീണതെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിൽ ജയിക്കും എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായിട്ട് നിങ്ങൾ കരുതണം. അപ്പൊ എല്ലാവരും സമ്മതിക്കും. അദ്ദേഹം കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് വീഴുന്നു. അപ്പൊ അദ്ദേഹം ഭയങ്കര സന്തോഷത്തിൽ പറയും, ഓ നമ്മൾ എന്തായാലും ഈ യുദ്ധം വിജയിക്കട്ടാ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ, ഓ നമ്മൾ ജയിക്കോ? ആ ശരിയാണല്ലോ, അദ്ദേഹം പറഞ്ഞതല്ലേ, നമ്മൾ ജയിക്കുമല്ലേ. അപ്പൊ അവരതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് ഭയങ്കര ഒരു എന്താ പറയാ പവറായി, ഭയങ്കര ഉന്മേഷത്തോടു കൂടെ ഉത്സാഹത്തോടു കൂടെ യുദ്ധത്തിനുള്ള കംപ്ലീറ്റ് അതുവരെ അത്രയ്ക്കൊന്നും ഉഷാറില്ലാത്ത ആൾക്കാർ നല്ല ഉഷാറായി. അവരുടെ മനസ്സിൽ അതങ്ങോട്ട് നിറഞ്ഞു, നമ്മൾ ജയിക്കുമെന്നുള്ള ആ തോട്ട്. അങ്ങനെ അവർ അവിടെ പോയി യുദ്ധം ചെയ്ത് ജയിച്ച് തിരിച്ചു വരാണ്. തിരിച്ചു വരുമ്പോൾ രാജാവ് ചോദിക്കുന്നതിന്റെ ഉപദേഷ്ടാവിനോട്, താങ്കൾ എന്താണ് അവിടെ ചെയ്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴി പ്രാർത്ഥിക്കാൻ കയറി. ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു, ഞാനൊരു കോയിൻ ടോസ് ചെയ്യും. പക്ഷെ അവിടെ ഞാനൊരു കാര്യം ചെയ്തു. ഓൾറെഡി ഹെഡുള്ള ഒരു കോയിൻ താഴെ ഇട്ട് വെച്ചിട്ട് മറ്റേ കോയിൻ ഞാൻ താഴെ വീഴാതെ നോക്കിയിരുന്നു. എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഇവരുടെ മനസ്സിൽ തോൽക്കുമെന്നുള്ള ഒരു ചിന്ത മാറ്റി റീപ്ലേസ് ചെയ്ത് അവിടെ ജയിക്കുമെന്നുള്ള കാര്യം ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ ചെയ്തത്. അത് അവർ ശരിക്കും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ റീപ്ലേസിങ് തോട്ട്സ് ആണ് അവിടെ നടന്നത്. അപ്പൊ അതിനകത്താണ് അവർ ജയിക്കാനുള്ള ചാൻസ് വന്നതും അവർ ജയിച്ചതും. അപ്പൊ അതാണ് അത് പറയാനുള്ളത്. പിന്നെ ഞാനിപ്പോ ഈ പറഞ്ഞ പോയിന്റ്സ്, ആദ്യം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് പറയാം. നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് യുവർ തോട്ട് ആൻഡ് റീപ്ലേസ്. അണ്ടർസ്റ്റാൻഡ് യുവർ തോട്ട്സ് ആൻഡ് റീപ്ലേസ്. നമ്പർ 2, പ്രാക്ടീസ് പോസിറ്റീവ് അഫർമേഷൻ. സെൽഫ് ടോക്ക്, നമ്മൾ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, അത് നമ്മുടെ സെൽഫ് ടോക്കിലും അങ്ങനെ തന്നെ ചെയ്യാം. തേർഡ് വൺ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എസ്പെഷ്യലി ഗ്രാറ്റിറ്റ്യൂഡ് വേക്കപ്പ്. ഫോർത്ത് വൺ, റൈറ്റ് തോട്ട് ജേണൽ. തോട്ട് ജേണൽ എഴുതുക. അത് നമുക്ക് നല്ല തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. പോസിറ്റീവായിട്ടുള്ള പീപ്പിളായിട്ട് എപ്പോഴും ഇടപഴകാൻ നോക്കാം. ആൻഡ് സിക്സ്ത് വൺ, മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ആൻഡ് സെവൻത് വൺ, പ്രാക്ടീസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഈസ് വെരി പവർഫുൾ. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയും. അങ്ങനെ ഈ പോയിന്റ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് വേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോണ്ടല്ലോ, അന്നത്തെ ദിവസം പോസിറ്റീവ് ആയിരിക്കും ഷുവറായിട്ടും. അപ്പൊ നാളെ മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് വേക്കപ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എഴുന്നേൽക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, അന്ന് എഴുന്നേൽക്കാൻ പറ്റിയതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം തുടങ്ങി. അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ സെഷൻ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ എനിക്ക് ചെയ്യാൻ അവസരം തന്ന സ്കിൽനെസ്സിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ അവസരം തന്ന നമ്മുടെ പ്രിയപ്പെട്ട കോച്ച് ഷിഹാബ് സാറിന് ഒരുപാട് നന്ദി. അതുപോലെ വിനിഷ മാമിനും ഒരുപാട് താങ്ക്സ്. ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി